ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് വീണ്ടും കളിക്കാൻ പോവാട്ടാ. അതും പവർ പെട്രോൾ ടീംസ് ഇന്ന് തന്നെയാണ്, സെയിം സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കളി ആര് ജയിക്കുന്നത് അവർക്ക് സമ്മാനം എമറാൾഡ് കിട്ടും, അതും ഒരു സ്റ്റാക്ക്. ഇന്ന് നമ്മൾ കളി നടക്കാൻ പോണത് ഈ ഒരു വില്ലേജിലാണ്. നമുക്കപ്പോൾ ഞാനപ്പോൾ ഇവിടെ പൊളിക്കുക, അതായത് എണ്ണ അല്ല. ഒരു മിനിറ്റ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ റോക്കിയാണ് നമ്മൾ ഫസ്റ്റ് കണ്ട് പിടിച്ചത്. അതുകൊണ്ട് റോക്കി ഇരിക്കുന്നത് എല്ലാവരും കണ്ടുപിടിക്കണേ അല്ല റോക്കി. എനിക്കറിയാണ്ണ. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ ഈ വീട്ടിലേക്കായിരിക്കും വിളിച്ചിരിക്കാൻ പോണത്. അപ്പം നീ പോയിട്ട് എണ്ണ്, ഈ 100 രൂപ കേട്ടാ. ആ ശരിയണ്ണ. അപ്പം എല്ലാവരും കണ്ടോ, ഞാൻ ഈ വീട്ടിലേക്കാണ് കയറി വിളിച്ചിരിക്കാൻ പോണത്, അതായത് എണ്ണാൻ പോണ്. ഈ കാണുന്ന വീട്, ഈ കാണുന്ന വീടാണ് ഞാൻ എണ്ണാൻ പോണത്. മോളിക്ക് പോണോ? ഏയ് മോളിക്കൊന്നും പോകണ്ട, ഇവിടെ വേണ്ടെന്നാ. ഇവിടേക്ക് വേണ്ട, നമുക്ക് ഈ വീട് കയറി വിളിച്ചു. ഇത് എണ്ണ വേണ്ടി ടോപ്പിൽ പോവാം. നമുക്ക് ഇവിടെ നിന്നാണ്. ഓക്കെ, നമുക്കപ്പോൾ എണ്ണി തുടങ്ങാം. 1 2 3. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ പോയിട്ട് വിളിച്ചിരിക്കാം കേട്ടാ. ഞാനിപ്പോൾ അവിടെ പോയിട്ട് വിളിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ അതിന് സ്ഥലം കണ്ട പരിചയമില്ലേ. ഇതെന്തോ കടയാന്ന് തോന്നുന്നുണ്ട്. ഞാനവിടെ പോയിട്ട് വിളിച്ചിരിക്കുക. ഒരു മിനിറ്റ്, ഇവിടെ വീടുണ്ടല്ലോ. ഈ വീട്ടിൽ കയറി വിളിച്ചിരിക്കണ്ട, ഈ ചെറിയ വീടാ. അവൻ സുഖമായിട്ട് കണ്ടുപിടിക്കും. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കാം. ഒരു മിനിറ്റ്, മുമ്പിലൊരു വീട് കണ്ടിട്ടോ. ഈ വീട്ടിൽ കയറി വിളിച്ചിരിക്കുക. ഓക്കെ, ഇവിടെ ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ വിളിച്ചിരുന്നാൽ മതി. എന്നിട്ടോ ഇതിനകത്ത് തീട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിൽക്കാം. നമുക്കപ്പോൾ ഇവിടെ നിങ്ങൾ നിൽക്കാം. അല്ല, ഞാനിപ്പോൾ ഇവിടെ പോയിട്ട് വിളിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ ഈ സ്ഥലം അത്ര പരിചയമില്ലേ. നമുക്കപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വിളിച്ചിരിക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വീടുണ്ടല്ലോ. ഈ വീട് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഈ വീട് കയറി വിളിച്ചിരിക്കുക. ഈ വീട് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല എന്ന് ഞാൻ പറയാണ്, ഞാൻ പറയത്തില്ല. നമുക്കപ്പോൾ ഈ വീട് കയറി വിളിച്ചിരിക്കുക. നമുക്ക് ഈ ജലം എല്ലാം അപ്പുറത്തേക്കാം. ചേസ് ഓൺ ദ കേസ്. അപ്പോൾ നമ്മളപ്പോൾ അവിടെ പോയി വിളിച്ചിരിക്കുക. എനിക്കിനി നല്ലൊരു സ്ഥലത്ത് പോയി വിളിച്ചിരിക്കണം. ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടില്ല. കഴിഞ്ഞ കളി പിന്നെ ഞാനാണ് ജയിച്ചത്. ഇപ്പോൾ പ്രാവശ്യം എനിക്കല്ലേ ജയിക്കണം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വീടുണ്ടല്ലോ. നമുക്കപ്പോൾ ഈ വീട് കയറി വിളിച്ചിരിക്കുക. ഇത് പിന്നെ ഒരു ചെറിയൊരു വീടാണ്, അത്രയും വലിയ വീടൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഒരാൾക്കെന്നെ താമസിക്കാനുള്ള ചെറിയൊരു വീട്, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ വീട്ടിൽ കയറി വിളിച്ചിരിക്കുക. ഒരു മിനിറ്റ്, നമുക്ക് ഇവിടെ അങ്ങ് നിൽക്കാം. ഓക്കെ, ഈ ടവറാണ്, ഇത് വലിയ ടവറാണ് കേട്ടോ. ഒരു മിനിറ്റ്, നമുക്ക് ഏറ്റവും ടോപ്പിൽ പോവാം. അങ്ങനെയാണെങ്കിലേ അവൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കില്ല റോക്കിക്ക് പിന്നെ ഏറ്റവും ടോപ്പിൽ വേണ്ടി വരും. അയ്യോ, ഇവിടെ ടോപ്പില്ലേ. നമുക്കപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോവാം. നമുക്കിനെ ഏറ്റവും മുകളിലേക്ക് പോവാം. നമുക്കപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോവാം. ഇതങ്ങ് പൊട്ടിച്ചൂടെ, മനുഷ്യനെ കയറാൻ വേണ്ടില്ല. ഇതാണ് ആ വലിയ ടവർ. ഈ ടവർ ഞാൻ വിചാരിച്ച പോലെ ഇല്ല കേട്ടോ, നല്ല വലുപ്പമുണ്ട്. നമുക്കപ്പോൾ നമുക്കപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കാൻ നിൽക്കാം. നമുക്ക് കുറച്ച് അടി പോവാം. നമ്മളങ്ങനെ അടി വീണ് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടൂല. അങ്ങനത്തെ ഒരു ടവർ ഉണ്ടാക്കി വെച്ചേക്കണ്. ഇത് ആ ടവറൊന്നും എനിക്കറിയില്ല ആക്ച്വലി. ഇങ്ങനെ നിൽക്കാം, അതായിരിക്കും നല്ലത്. ഡബിൾ ഓൺ ദ ഡബിൾ. അല്ല, ഞാനിപ്പോൾ ഇവിടെ പോയി വിളിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ ഈ സ്ഥലം അത്ര പരിചയമില്ല, കാരണം ഞാനിവിടേക്ക് ആദ്യമായിട്ടാണ്. ഒരു മിനിറ്റ്, ഇവിടെ ക്യാമറ ഉണ്ടല്ലോ. ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ?
അവനെ സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ അവിടെ പോയി വിളിച്ചിരിക്കുക. കഴിഞ്ഞ കളി പിന്നെ ചേസാണ് ജയിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്കെന്നെ ജയിക്കണം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വീടുണ്ടല്ലോ. നമുക്കപ്പോൾ ഇവിടെ കയറി വിളിച്ചിരുന്നാലോ? എന്ത് പറയണു? നമുക്കപ്പോൾ ഇവിടെ കയറി വിളിച്ചിരിക്കാം. ചെറിയൊരു വീടാണ്. ആ, ഒരാൾക്ക് തന്നെ താമസിക്കാനുള്ള സ്ഥലമുള്ളൂ. ആ, ഈ വാതിലവിടെ നിൽക്കാം. ഐ എം ഫയർഡ് അപ്പ്. അടുത്ത ഞാനാണ്. ഞാനിപ്പോൾ അവിടെ പോയിട്ട് വിളിച്ചിരിക്കുക. റോക്കി ഇവിടെ ഉണ്ടെന്ന് തോന്നിട്ടാ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലോ. ഇത് വലിയൊരു വീടാന്ന് തോന്നുന്നുണ്ട്. 2 നിലയൊക്കെയുള്ള ഒരു വീടാ. ഞാൻ പണ്ട് ഐഡൻസിക്ക് ഇഷ്ടംപോലെ വട്ടം കളിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ഇപ്പോൾ ഞാൻ ആയിട്ടാണ് കളിക്കുന്നത്, അതും ഈ പ്രായത്തിൽ. ഇവിടെ ഒരു ബിൽഡിംഗ് ഇല്ലേ, ഇവിടെ കയറാം. അതുകൊണ്ടാണ് ഈ ഡോർ തുറക്കണമില്ല. ഈ ഡോറിന്ന് തുറക്കാത്ത. ആ, ഇവിടെ വേണ്ട. ഇവിടെ വന്നിട്ടുള്ള പോലെ. അല്ല, അവിടെ വന്നിട്ടില്ല. ഞാനിപ്പോൾ എന്തിനാ അവിടെ നിന്ന് അവിടെ നിൽക്കാത്തത്? അപ്പോൾ അങ്ങോട്ട് തന്നെ പോവാ. ഇതിൻ്റെ വണ്ടയ്ക്ക് നിൽക്കാം. ആ, ഇവിടെ അങ്ങ് നിൽക്കാം. അയ്യോ, ഇവിടെ ഞാൻ മാത്രമല്ലോ ബാക്കിയുള്ളത്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയി വിളിച്ചിരിക്കും. എനിക്കാണെങ്കിൽ ഈ സ്ഥലം അത്ര പരിചയമില്ല. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വീടുണ്ടല്ലോ. നമുക്കപ്പോൾ ഇവരെ വിളിച്ചിരുന്നല്ലോ. ഇത് നല്ലൊരു സ്ഥലമാണ്. എനിക്കാണെങ്കിൽ മണ്ടയ്ക്ക് കയറാനുണ്ടല്ലേ. കട ഫ്ലൈയൊക്കെ ശരി, പക്ഷെ മണ്ടയ്ക്ക് കയറാൻ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. നമുക്ക് മണ്ടയ്ക്ക് കയറാൻ നോക്കി നോക്കാം. മുകളിലേക്ക് കയറാൻ നോക്കി നോക്കാം. ആ, പിന്നല്ല വണ്ടി. ആ, നമുക്കപ്പോൾ ഈ വീട് കയറി വിളിച്ചിരിക്കാം. ഇത് നല്ലൊരു സ്ഥലമാണ്. അതായത് ഈ വീട്. നമുക്കപ്പോൾ ഈ വീട് കയറി വിളിച്ചിരിക്കാം. ഇപ്പം അവിടെ നിൽക്കണ്ട, കുറച്ച് മോളിക്ക് പോവാം. ആ, ഇത് നല്ല സ്ഥലമാണ്. ഇവിടെ അങ്ങ് നിൽക്കാം. 88, 89, 100. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ 100 എണ്ണിട്ടാ. നമുക്കപ്പോൾ ഓരോരുത്തരും എത്രയായിട്ട് കണ്ടുപിടിക്കാം. നമ്മളപ്പോൾ ഫസ്റ്റ് എവിടെ നോക്കാം. ഫസ്റ്റ് എവിടെ നോക്കാമെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാനിവിടെ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. നമുക്കപ്പോൾ അടിയിലേക്ക് ഇറങ്ങാം. ഓക്കെ, നമ്മളങ്ങനെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് എവിടെ നോക്കും. ഒരു മിനിറ്റ്, നമുക്കില്ലേ അപ്പുറത്തെ സൈഡൊക്കെ നോക്കി നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടാവില്ല. ആ, ഒരു കാര്യം ചെയ്യാം, ഇവിടെ അത് തന്നെ നോക്കാം. ആ, ഇതാരിത്? മാർഷലാ? ഹായ് മാർഷ. ഇവിടെ അങ്ങനെ മാർഷനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്തത് അപ്പം അടുത്താരാ കണ്ടുപിടിക്കുക? ഒരാളെ കണ്ടുപിടിച്ചു. ഇനി 5 ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കപ്പോൾ വേറെ പോയി നോക്കി നോക്കാം. ഒരു മിനിറ്റ്, ഞാനപ്പോൾ അവിടെ ആദ്യം പോയി നോക്കി നോക്കാം. ഒരു മിനിറ്റ്, അവിടെ ആരും നിൽക്കണ്ടല്ലോ. അവിടെ ആരും നിൽക്കുന്നുണ്ട് കേട്ടാ. ആ, അത് നമ്മുടെ ചേസല്ലേ. എനിക്ക് സുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവൻ്റെ വിചാരം അവൻ അവിടെ പോയി വിളിച്ചിരുന്നാലേ അവനെ കണ്ടുപിടിക്കലെന്നാ. പക്ഷെ എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ദൂരം നിന്നാൽ മതി, അപ്പോൾ കാണും. എടാ ചേസേ, കണ്ടുപിടിച്ചടാ ഞാൻ. ചേസേ വന്നോടാ മുമ്പാ. നമുക്കപ്പോൾ ഏറ്റവും മോളിക്ക് കയറാം. ഈ ഏറ്റവും മോളിക്ക് കയറുന്ന ഇത്തിരി പാടാണ്ടാ. ഓക്കെ, നമുക്കപ്പോൾ ടോപ്പിൽ കയറാം. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എടാ അപ്പുറത്തേക്ക് വീട്ടിലല്ലോ. അയ്യോ സോറി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖമൊക്കെ തന്നെ. ശരി ശരി. നമുക്കപ്പോൾ അടിയിലേക്ക് ഇറങ്ങാം. അടിയിലേക്ക് ഇറങ്ങാം. പണ്ടാ അങ്ങനെ വെള്ളമില്ല. ചേസ് ഞങ്ങൾ കണ്ടുപിടിച്ച്. നമ്മൾ 2 ആൾക്കാരെ കണ്ടുപിടിച്ചു. ഇനി അടുത്താണോ കണ്ടുപിടിക്കാൻ പോണ്. അടുത്ത് തന്നെ ടാർഗറ്റ് സ്കൈ ആണ്. സ്കൈ അവിടെ പോയിട്ടാണോ വിളിച്ചിരിക്കുന്നത്? ഒരു മിനിറ്റ്, നമുക്ക് വലുതൊക്കെ നോക്കി നോക്കാം. നമുക്കില്ലേ അപ്പുറത്തൊക്കെ പോയി നോക്കി നോക്കാം. അതായത് ഈ വില്ലേജിൻ്റെ അപ്പുറത്ത്
ഇവിടെയൊക്കെ നോക്കി നോക്കാം. നമുക്കപ്പോൾ ഇവിടെ നോക്കി നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അത് അറിയില്ലല്ലോ. ഓക്കെ, നെവർ മൈൻഡ്. നമുക്ക് ഈ വീട്ടിൽ കയറി നോക്കി നോക്കാം. ഇവിടെ ആരും ഇല്ല. എടാ എല്ലാവരും ഇങ്ങോട്ടേക്കാ പോയേ? അല്ല, കുറച്ചേരൊക്കെ വന്നിട്ടുണ്ട്. മറ്റുള്ളവരെ കാണാനില്ല. അതാണ് എൻ്റെ വിഷമം. ആർക്കിനൊക്കെ അവിടെ വിളിച്ചിരുന്നു ഇവിടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഉണ്ടിക്കായിരുന്നു. ഛേ, അല്ല, ഇവിടെ ഒരു വീടുണ്ടല്ലോ. ഇവിടെ ആരും ഉണ്ടല്ലോ. ഇവിടെ ആരും ഉണ്ടല്ലോ. ആരും ഉണ്ടല്ലോ കേസ് ഇവിടെ. ആൻറ്റി കേസ് ആ പിടിക്കാത്ത ആരും ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടില്ല. കാണാൻ പറ്റണ്ടേ? ഇവിടെ ആരും ഉണ്ടല്ലോ. ആരും ഉണ്ടല്ലോ. ആ, ഇതാരിത്? അണ്ണനാ? ഹായ് അണ്ണ, വിശേഷങ്ങളൊക്കെ അല്ലേ? അങ്ങനെ അണ്ണനെയും കണ്ടുപിടിച്ച്. അണ്ണനെ അവിടെ നിൽക്കണ്ടായി. അണ്ണൻ്റെ വിചാരേ ഞാൻ കണ്ടുപിടിക്കില്ലെന്നാ. പക്ഷെ എന്ത് ചെയ്യാനേ, നമ്മളെ കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കും. വേണ്ടി ഈ വീട് നോക്കിയത്. ഇവിടെ ആരും ഇല്ല. അവിടെ പോയിട്ട് കാര്യമില്ല. ഇവിടെ വേറെ വീടുണ്ട് കേട്ടോ. ഇവിടെയും ആരും ഇല്ല. ഇവിടെ വേറെ വീടും കൂടി ഉണ്ട്. ഇവിടെയും ആരും ഇല്ല. ആ, ഇതാരിത്? ദിസ് ബട്ടർഫ്ലൈ. ഇവിടെ ഇങ്ങനെ സ്കൈനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ കണ്ടുപിടി മാത്രമേ ബാക്കിയുള്ളൂ. സൂമിയും പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇതിൽ ആരെയും കണ്ടുപിടിക്കുക? അതെനിക്കറിയില്ല. ഇനി സൂമിയും പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഇവിടെ ആരും ഉണ്ടല്ലോ. ആ, ഇതാരിത്? അല്ല, നമ്മളെ പലരെ കണ്ടുപിടിച്ചു. നീ ആ റബ്ബറും കൂടെ മാത്രമേ വയ്ക്കുള്ളൂ. അതിൻ്റെ അടുത്ത് അവനെ ജയിച്ചേ. അപ്പൊ പപ്സ് എല്ലാവരും കൂടി വന്നോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ രണ്ടാമത്തെ കളി കഴിഞ്ഞേക്കാണ് കേട്ടോ. രണ്ടാമത്തെ കളി ജയിച്ചത് നമ്മുടെ റബിളാണ്. കൺഗ്രാജുലേഷൻ. ജയിക്കുന്നവർക്ക് പിന്നെ സമ്മാനം ഉണ്ട് കേട്ടോ. ഇത്തവണ നമ്മളെ ഡയമണ്ടാണ് കൊടുക്കണത്. എന്നാ പിടിച്ചോടാ റബിള്. ആ, താങ്ക്സ് അണ്ണാ. എന്നാ പിടിച്ചോ. പിന്നെ ഫസ്റ്റ് കണ്ടുപിടിച്ച ആള് നമ്മൾ മാർച്ചിലാണ് കേട്ടോ. അപ്പോൾ മാർച്ചിലായിരിക്കും അടുത്ത കളി എല്ലാവരും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പുറത്ത് ബെല്ലൈക്കൺ വിളിച്ചാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.